ബണ്ണിയുടെ ഇയേഴ്സ് എന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഉള്ള ഇയേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു പർപ്പിൾ പിന്നെ ബ്ലൂ എന്നുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഷെയ്ഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഇയറാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് ഒറ്റ കളറിലാണെങ്കിലും ഈ ലോങ് ഇയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബണ്ണീൻ്റെ ലോങ് ഇയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 8 പ്ലേ ആണല്ലോ ഞാൻ മറ്റേത് ചെയ്തത്. അപ്പോൾ ഇതിനും ഞാൻ 8 പ്ലേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടൈലൻഡ് വലിച്ചിട്ട് ഈ ഒരു സർക്കിള് ചെറുതാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇങ്ങനെ കാണുന്ന ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഉള്ളതല്ല, ഈ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ ഒരു സ്റ്റിച്ചിൽ ആണ് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ 6 സ്റ്റിച്ചിനെ 12 ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാണ്. അപ്പോൾ ഒന്നിൽ തന്നെ ഒരു ചെയിനിൽ 2 എണ്ണം വീതം വെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 6 എണ്ണത്തിലും 2 എണ്ണം വീതം ചെയ്യുമ്പോൾ 12 സ്റ്റിച്ചായിട്ട് നമുക്ക് ഇൻക്രീസ് ആയി കിട്ടും. അപ്പോൾ ഫസ്റ്റത്തേൽ ഞാൻ 2 എണ്ണം ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 സെയിം ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അതിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ചെയിനാണ്. ആ ലാസ്റ്റ് ചെയിനിലും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് റൗണ്ടിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്റ്റിച്ച് മാർക്കറിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് തേർഡ് റൗണ്ടിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് മാർക്കറിൽ 1 ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1, അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക.
അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഫസ്റ്റ് തന്നെ വീഡിയോ ഒന്ന് ഫുൾ കണ്ടിട്ട് ഓരോ സ്റ്റിച്ചസും കൗണ്ട് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലും പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൽ നമ്മൾ ഏതൊക്കെ സ്റ്റിച്ചസാണ്, ഫസ്റ്റ് റൗണ്ടിൽ എത്ര സ്റ്റിച്ച്, സെക്കൻഡ് റൗണ്ടിൽ എത്ര സ്റ്റിച്ച് എന്ന് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോ ഓണാക്കി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റിൽ കിട്ടും. അല്ലെങ്കിൽ സ്റ്റിച്ചസ് ഒക്കെ മാറിപ്പോവും. സ്റ്റിച്ചസ് മാറിപ്പോയാൽ നമ്മൾ വർക്ക് പാറ്റേൺ ഒക്കെ മാറിപ്പോവും. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3rd റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 4th റൗണ്ടാണ്. അപ്പോൾ 4th റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ 3 റൗണ്ടാണ് ഈ ഒരു പർപ്പിൾ കളർ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന കളറ് ഒരു ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ ഇനി 13ാമത്തെ റൗണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റിച്ചാണ് നമ്മൾ 4th റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം അതിന് മുന്നേ നമ്മളിങ്ങനെ സ്റ്റിച്ചസ് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല. അതിന് ശേഷം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് ഹുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ ഈ ബ്ലൂ കളർ യാണാണ് മുകളിലേക്ക് യാണോവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹുക്കിൽ ഒരു പർപ്പിളും ഒരു ബ്ലൂ ആണ് കിട്ടുക. യാണോവർ ചെയ്യുക. ഈ 2 എണ്ണത്തിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ യാണ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ പർപ്പിൾ കളർ യാണല്ല നമ്മൾ ടൈലൻ്റ് ആയിട്ട് എടുക്കുന്നത്, ഈ റണ്ണിങ് ആണായിട്ട് എടുക്കുന്നത്. ഈ ബ്ലൂ കളർ യാണ് നമ്മൾ റണ്ണിങ് ആണായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പർപ്പിൾ കളർ യാണ് ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ റൗണ്ടിൽ 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്. 1 1 ഓരോ ചെയിനിലും ഓരോന്നിലും ചെയ്യുക. മൂന്നാമത്തേതിൽ നമ്മൾ 2 എണ്ണം ചെയ്യുക. ഒന്നിൽ തന്നെ 2 എണ്ണം ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി 1 ചെയ്തു. സെക്കൻഡ് 1ലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3rd 1ൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലൂ കളർ പർപ്പിൾ കളർ യാണുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമ്മളെ യാൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഊരി പോവൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ അടുത്ത കളർ യാണ് ആഡ് ആക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് 1 1 2 ചെയ്തു. ഇനി അടുത്തതിൽ 1 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 3ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. 3ാമത്തെ സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. ഇനി അതുപോലെ അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ബിഗിനേഴ്സിനോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. പിന്നെ ഓൾറെഡി ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എഴുതി വെക്കാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബിഗിനേഴ്സ് ആകുമ്പോൾ എന്തായാലും നിങ്ങൾ എഴുതി വെച്ച് ചെയ്യണേ. 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. 1 1 2. 3rd ചെയിനിൽ 2 എണ്ണം ചെയ്യുക. ഫസ്റ്റ് 1ലും 2ലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 3rd 1ൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. 1 1 2 എന്നുള്ള പാറ്റേൺ ഫുൾ ചെയ്യാം. 1 1 2 ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച ലാസ്റ്റിൽ നമ്മൾ ഒരു 2 സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാൻ വരുന്നത് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിച്ച് മാർക്കറുള്ള സ്റ്റിച്ചാണ്. പക്ഷെ അതിൻ്റെ ടോപ്പിൽ പർപ്പിൾ കളറും
ആഡ് ചെയ്തൊരു സ്റ്റിച്ചാണ്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവേണ്ട. നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഉള്ളതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 5th റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 5th റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ റൗണ്ടിൽ 1 1 1 3 1 1 1 ചെയ്യും. 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 ചെയ്യും. 1 ഓൾറെഡി ചെയ്തു, 2 3 3 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 4ാമത്തെ സ്റ്റിച്ചിൽ ഒരു ചെയിനിൽ തന്നെ 2 ചെയ്തു കൊടുക്കുക. അങ്ങനെ 3 1 1 1 1 4ാമത്തേൽ 2 ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ആക്കുക. 1 2 3 3 നമ്മൾ 1 1 1 ചെയ്തു. 4th ചെയിനിൽ ഒന്ന് തന്നെ 2 ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ 6th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 6th റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഇതിങ്ങനെ ഇതുവരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് ഇൻക്രീസിങ് ഡിക്രീസിങ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ റൗണ്ട് 3 റൗണ്ട് വെച്ചിട്ട് ഇവിടെ നിർത്തുകയാണ്. ഇനി ഞാൻ വേറൊരു കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഇനി ആഡ് ചെയ്യുന്ന കളർ എടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഹുക്കിൽ ഈ ഒരു ബ്ലൂ കളർ യാണുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കളറ് ലൈറ്റ് ഗ്രീൻ കളറ് ഞാൻ കുറച്ച് ഡൈലൻ്റ് അധികം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ യാണോ ചെയ്ത് ഹുക്കിനെ മുകളിലേക്ക് വലിക്കുന്നത് ഈ ഒരു കളർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഹുക്കിൽ കാണാം 2 കളർ യാൺസ് ഉണ്ടാവും. അപ്പോൾ 2 കളർ യാണോ ചെയ്തിട്ട് അതിനുള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി ഞാൻ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഇനി ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ഇങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ശേഷം കുറച്ച് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കളർ യാണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂ കളർ യാണ് ഇവിടെ നമ്മൾ ഈ കളർ യാണോട് കൂടിയിട്ട് ഈ ഒരു ഗ്രീൻ കളർ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ 2 കളർ യാൺസ് ജോയിൻ ചെയ്യാം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് മാർക്കർ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ കളർ വെച്ചിട്ട് ഞാനൊരു 4 റോ സെയിം പാറ്റേൺ തന്നെ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിങ്ങിൽ 4 റോ ചെയ്യുക. ഞാൻ വെറുതെ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. അപ്പം ഈ ഒരു ചെയിനിൽ ഈ ഒരു കളർ വെച്ചിട്ട് 4 റോ കൂടി ചെയ്യുക. ഇൻക്രീസിങ് ഒന്നുമില്ല. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 30 സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുക. ഓരോ റൗണ്ട് കഴിയുമ്പോഴും 30 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. അങ്ങനെ 4 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം.
അപ്പം ഞാനിവിടെ ഈ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് 1 2 3 4 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ അടുത്ത കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഞാൻ യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ കളറ് ആണ് എടുത്തിട്ട് അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് ചെയ്ത സ്റ്റിച്ചിൻ്റെ നമ്മൾ ഹുക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അതിന് ശേഷം ഞാൻ കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുകയാണ്. ടൈലൻ്റ് അധികം എടുത്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോൾ ചെയ്യുക. ഈ യെല്ലോ യാണാണ് ഞാൻ ഇനി യാണോൾ ചെയ്യുന്നത്. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. യാണോൾ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് ഈ യെല്ലോയും മുകളിലത്തെ സ്റ്റിച്ചിൽ ഈ ഒരു ഗ്രീനും ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ പ്രശ്നമാക്കണ്ട. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് റണ്ണിങ് ആയിട്ട് എടുക്കുന്നത് യെല്ലോ കളർ യാണാണ്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുന്നു. അതിന് ശേഷം ഒരു 3-4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നമ്മൾ നേരത്തെ കളർ യാണ് ഏതാണോ ആ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള യെല്ലോ യാണ് വെച്ചിട്ടാണ് വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാണ് ഇവിടെ ഇങ്ങനെ ആഡായി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് ചെയ്തതുപോലെ തന്നെ 4 റോ കൂടി ഞാൻ ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഓരോ റൗണ്ട് എത്തുന്ന സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇത് ചെയ്തതുപോലെ 4 റൗണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 4 റൗണ്ട് ഈ ഒരു യെല്ലോ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കളറ് യാണ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യാണ് ലൂപ്പിൽ യെല്ലോ കളർ യാണുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ടൈലൻ്റ് എടുക്കുക. ടൈലൻ്റ് എടുത്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ യാണോർ ചെയ്യുന്നത് ഈ ഒരു അടുത്ത കളർ യാണാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയ ഹുക്ക് ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഹുക്കിൽ 2 കളർ യാണും ഇവിടെ ഹുക്കിൽ കിട്ടും. യാണോർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കളർ യാണ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഒരു 4-5 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കളർ യാണ് ആഡ് ചെയ്ത ആദ്യത്തെ യെല്ലോ കളർ യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യാം. അങ്ങനെ നമ്മൾ 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5 6 7 ആയി 8 9 10 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 11ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. 12ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് കിട്ടും. ഇനി വീണ്ടും നമ്മൾ 10 ചെയിനിലും 1 2 3 4 5 6 7 8 9 10 10 ചെയിനിലും ഞാൻ വീണ്ടും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. 11ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 12ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പം ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ സെക്കൻഡ് സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്തു. വീണ്ടും നമുക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6
7. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് വന്നു കേട്ടോ. 7, 8, 9, 10. 10 ചെയിനിലും 10 ചെയിൻ ആകുമ്പോഴത്തേന് അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അങ്ങനെ 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്, 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 11ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. വീണ്ടും 12ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ തേർഡ് സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് മൂന്നാമത്തവും ചെയ്തു. ഇനി വീണ്ടും 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. അടുത്ത് നമുക്കൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ 4 ഡിക്രീസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ഒരു 3 റൗണ്ടും കൂടി ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു 3 റൗണ്ടും കൂടി. ഇനി നമ്മൾ ഡിക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ആണ് ചേഞ്ച് ചെയ്തതിന് ശേഷം 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, ഒരു 11ഉം 12ഉം ഡിക്രീസിങ് ചെയ്തു. അങ്ങനെ നമ്മൾ 4 പ്രാവശ്യം ചെയ്തു. പിന്നെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ 5 റൗണ്ട് എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1, 2, 3, 4, 5 5 റൗണ്ട് ഈ ഒരു കളർ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിനി പിങ്ക് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്കിൽ ഈ ഒരു യാണ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത യാണ് ഈ ഹുക്കിലുണ്ട്. അതിന് ശേഷം കുറച്ച് ടൈലൻഡ് എടുത്തിട്ട് തൊട്ടടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പിങ്ക് കളർ, ഇതുവരെ ചെയ്ത കളറല്ല, അടുത്ത കളർ yarn over ചെയ്ത് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കാണാൻ പറ്റും. 2 കളേഴ്സിലാവും ആ ലൂപ്പ് ഉണ്ടാവുക. yarn over ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ പിങ്ക് കളറാണ് റണ്ണിങ് yarn ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം അങ്ങനെ ഒരു 3, 4, 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇതുവരെ നമ്മൾ ചെയ്ത ആദ്യത്തെ കളർ ഉണ്ടല്ലോ, പിങ്ക് അല്ലാത്ത ഇതുവരെ ചെയ്ത കളറ് yarn കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് yarn ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അങ്ങനെ 2 റൗണ്ട് പിങ്കിൽ ചെയ്ത് കൊടുക്കാം. പിങ്കിൽ 2 റൗണ്ട് ചെയ്യാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ 2 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇനി അപ്പോൾ ഞാനിവിടെ 2 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ 1, 2, 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഒരു ഡിക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ആണ് തേർഡ് റൗണ്ട് നമ്മൾ ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ, അടുത്ത 2 ചെയിനിലും കൂടി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്തു. ഇനി വീണ്ടും 10 ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ. 1, 2, 3,
4 5 6 7 8 9 10. 10 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത 2 ചെയിനിൽ ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്തു. അങ്ങനെ 2 പ്രാവശ്യം നമ്മളിപ്പോൾ ഡിക്രീസിങ് ചെയ്തു. ഇനി വീണ്ടും 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ 2 3 4 5 6 7 8 9 10. 10 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ 11ാമത്തും 12ാമത്തും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 2 റൗണ്ട് കൂടിയും ചെയ്യുക. ടോട്ടൽ നമ്മൾ 5 റൗണ്ടാണ് ചെയ്യുന്നത്. ഇനി 2 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം 2 റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇൻക്രീസിങ് ഡിക്രീസിങ് ഒന്നുമില്ല. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ ഇതിപ്പോൾ നമ്മൾ 4th റൗണ്ടാണ്. ഈ 4th റൗണ്ടും 5th റൗണ്ടും അങ്ങനെ ടോട്ടൽ 2 റൗണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 1 2 3 4 5 5 റൗണ്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് പിങ്കിൽ ചെയ്തു. ഇനി ഞാൻ അടുത്ത യാണ് ആഡ് ചെയ്യാണ്. അടുത്ത യാണ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹുക്കിൽ ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഓർമ്മ വെക്കണം. അതിന് ശേഷം കുറച്ച് ടൈലൻ്റ് എടുത്തിട്ട് ഏത് കളറാണോ ആഡ് ചെയ്യുന്നത് അതിങ്ങനെ ടൈലൻ്റ് കയ്യിൽ പിടിക്കുക. അതിന് ശേഷം അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു ലൂപ്പ് യാൺ ചെയ്തിട്ട് ഈ ചെയിനിലൂടെ ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ യാൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ളതിൽ ഒരു 2-3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 അങ്ങനെ 4-5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ യാൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു പിങ്ക് യാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള യാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ആഡ് ചെയ്ത യാണാണ് നമ്മൾ ഇനി റണ്ണിങ് യാണായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ യാണ് ആഡ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ചാണ് നമ്മൾ യാണ് ആഡ് ആക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇപ്പോൾ ആഡ് ആക്കിയ യാണും മുകളിൽ ഇതുവരെ ചെയ്തിട്ടുള്ള യാണുമാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ 2 കളേഴ്സുള്ള യാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാതെ ആഡ് ആക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 10 ചെയിനും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 11ഉം 12ഉം ഡിക്രീസിങ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 11ഉം 12ഉം നമുക്ക് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതൊന്നും നമ്മൾ കൗണ്ട് ചെയ്യണ്ട. 10 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 11ാമത്തെ സ്റ്റിച്ചും 12ാമത്തെ സ്റ്റിച്ചും ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ നമ്മളൊരു 6 റൗണ്ട് വരെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീണ്ടും 1 2 3 4 5 6 7 8
9 10 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 11ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് 12ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 10 ചെയിനിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8. ഇപ്പോൾ നമ്മൾ തേർഡ് റോ ആയിട്ട് കേട്ടോ, തേർഡ് റോയിലേക്ക് വന്നിട്ടുണ്ട്. 9 10 10 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 11ാമത്തെ ചെയിനും 12ാമത്തെ ചെയിനും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ്. വീണ്ടും 10 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 1 2 3 4 5 6 7 8 9 10. ഇനി ഒരു ഡിക്രീസിങ്. വീണ്ടും 10 ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 1 2 3 4 5 6 7 8 9 10. 10 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 11ാമത്തതും 12ാമത്തതും ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 റോ ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. 11ഉം 12ഉം ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ 1 2 3 4 5th റൗണ്ട് നമ്മൾ ഒരു ഫിഫ്ത്ത് റൗണ്ടിൽ ഒരു 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഒരു ഡിക്രീസിങ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഡിക്രീസിങ് നിർത്താം. 1 2 3 4 5 6 7 8 9 10. 11ഉം 12ഉം നമുക്ക് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 2 3 4 5 റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 5 റോ വരെയാണ് നമ്മൾ 10 ചെയിനിൽ കഴിഞ്ഞിട്ട് 10 സിംഗിൾ ക്രോഷേ കഴിഞ്ഞിട്ട് ഒരു ഡിക്രീസിങ് ഉള്ള 5 റോ വരെയാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ഒരു 3 റോ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം 3 റോ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം 3 റോ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് നമ്മൾ 6th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 to 9 വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 റൗണ്ട് കൂടിയാണ് ഇനി ചെയ്യേണ്ടത്. 3 റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ വെച്ചാൽ നമുക്ക് ആ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം മനസ്സിലാവും. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 റൗണ്ട് കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 3 റോ കൂടി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക.
ഞാൻ പുറത്തേക്ക് വലിച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് സൈഡ്. ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്ത് ചെറിയൊരു രീതിയിലേ കാണുന്നുള്ളൂ, അത്ര വൃത്തികേടൊന്നുമില്ല ജോയിൻ ചെയ്ത ഭാഗം. ഇതാണ് നമ്മളെ ഫ്രണ്ട് സൈഡ്. ഇതുപോലെ നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടെണ്ണം ഒരേപോലെ ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമ്മളെ ഇയേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഹെഡ് അതിൻ്റെ ബാക്കിയുള്ള പാർട്സൊക്കെ ചെയ്തെടുക്കാം.